നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അപ്പോൾ എവിടുന്നോ ഒരു കോടതി വിധി ഒപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ കേരളം ആകെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കും. അയ്യോ ഞങ്ങളുടെ ജനപ്രിയ നേട്ട വന്നാട്ടെ എന്നാണ് ഇവന്മാരുടെയൊക്കെ ഭാവമെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. കണ്ടല്ലോ, 9 വർഷം കോടതി ഇഴകീറി പരിശോധിച്ച ശേഷം, അതായത് 2017 ഫെബ്രുവരി 17 രാത്രി 9:56 അല്ലെങ്കിൽ 10:30 ശേഷം നടന്ന ഒരു സംഭവം. അന്ന് മുതൽ പരാതിയുമായി കോടതിയിൽ അതിജീവിത എത്തുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെത്തുന്നു. പോലീസ് ഇതെല്ലാം അന്വേഷിച്ച് കൃത്യമായി പരിശോധിച്ച ശേഷം പരാതി കോടതിയിലെത്തുന്നു. കോടതി അത് കൃത്യമായി പരിശോധിക്കുന്നു. നീണ്ട 9 വർഷത്തിന് ശേഷം ഇഴകീറി പരിശോധിച്ച് 1711 പേജുള്ള വിധിന്യായം പുറത്തു വന്ന് കോടതി അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും 7 മുതൽ 11 വരെയുള്ള പ്രതികൾ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തുകയും അവരെ വെറുതെ വിടുകയും ചെയ്തു. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചത് ശരിയായില്ല. അവരെ വെറുതെ വിടുകയോ ശിക്ഷിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് ഞങ്ങളുടെ വിഷയമേ അല്ല. പക്ഷേ 8ാം പ്രതി ദിലീപിനെ എന്തുകൊണ്ട് തൂക്കിക്കൊന്നില്ല? ഇതാണ് കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും ചില സിനിമയിലെ പ്രവർത്തകരും ഫെമിനിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും ഒക്കെ ചോദിക്കുന്നത്. എന്തുകൊണ്ട് കോടതി ദിലീപിനെ തൂക്കിക്കൊന്നില്ല? ദിലീപിനെ തൂക്കിക്കൊല്ലും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇനി തൂക്കിക്കൊന്നില്ലെങ്കിൽ പോട്ടെ, അറ്റ്ലീസ്റ്റ് ദിലീപിനെ എന്തുകൊണ്ടാണ് മരണം വരെ ജയിലിലിടാത്തത്? ഇതാണ് കോടതിയുടെ ചോദ്യം. നിങ്ങൾ ഈ വീഡിയോ ആദ്യം കണ്ടല്ലോ. അതായത് എവിടെന്നോ ഒരു കടലാസം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഒരുത്തൻ വരുന്നു, ഞാൻ നിരപരാധിയാണ്. എവിടെന്നോ ഒരു കടലാസ്, അതായത് അവൻ ഉണ്ടാക്കിയ ഒരു കടലാസ് കോടതിയെ പച്ചയ്ക്ക് അപമാനിക്കുകയാണ്. ഈ മീഡിയ വണ്ണിലെ ഈ മാധ്യമ പ്രവർത്തകൻ പച്ചയ്ക്ക് കോടതിയെ അപമാനിക്കുകയാണ്, കോടതിയെ അവഹേളിക്കുകയാണ്. കോടതിയുടെ വിധി എന്ന് പറയുന്നത് ആർക്ക് എപ്പോഴും ചെന്ന് പൈസ കൊടുത്താൽ വാങ്ങിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു സാധനം എന്നാണ് ഇയാൾ പറയുന്നത്. അതുകൊണ്ട് കോടതി ആരും വിശ്വസിക്കരുത്. ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നതാണ്, ഭരണഘടന ഇവർക്ക് താല്പര്യമില്ല, ഇവർക്ക് താല്പര്യം ശരീഅത്ത് നിയമമാണ്. ഭരണഘടനയ്ക്ക് കീഴിലുള്ള കോടതിയെ പച്ചയ്ക്ക് അപമാനിക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഇയാൾക്കെതിരെ കോടതി നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഇപ്പൊ കോടതി വിധി അത് കൃത്യമായി കോടതി വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കും, അപ്പീൽ നൽകും, അല്ലെങ്കിൽ കേസ് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ നൽകും. ഇതൊക്കെ ആകാം. പക്ഷേ ആ ജഡ്ജിയെ, വിധിച്ച ജഡ്ജിയെ, കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുക, ഈ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഈ വിധി ദിലീപ് പണം കൊടുത്ത് വാങ്ങിയ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തതാണ്. ഈ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഈ മാധ്യമപ്രവർത്തകൻ പറയുന്നതാണ് പർച്ചേസ് ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ജഡ്ജിക്ക് പൈസ കൊടുത്തിട്ട് വിധി വിലയ്ക്ക് വാങ്ങിച്ചു എന്നതാണോ? ഇയാളെയൊക്കെ കോടതി കൃത്യമായി, അല്ലെങ്കിൽ കോടതി കൃത്യമായി നിരീക്ഷിച്ച് ഇയാൾക്കെതിരെ നടപടിയെടുക്കണം. അല്ലെങ്കിൽ ഇത് കോടതി അലക്ഷ്യമാണ്. നാളെ കോടതി വിധിക്കെതിരെ പൊതുസമൂഹം പറയുന്ന രീതിയിൽ കോടതി വിധി പറയുന്ന തരത്തിലേക്ക് കോടതികൾ മാറേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണോ ഇതെന്നൊക്കെ ചോദിച്ചാൽ, കേരളത്തിൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് 2486 ബലാത്സംഗ കേസുകളാണ് നടന്നത്. കഴിഞ്ഞ 1 വർഷം കൊണ്ട് കേരളത്തിൽ നടന്നതാണ് 2486 ബലാത്സംഗ കേസുകൾ നടന്നു. ഈ അതിജീവിതമാർക്ക് വേണ്ടി ഒന്നും ഇവന്മാരിരുന്ന് അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നത് കേരളത്തിൽ ഏതെങ്കിലും ജനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും സാധാരണക്കാരായ ഒരു അതിജീവിതയ്ക്ക് വേണ്ടി ഇരുന്ന് ഇത്തരത്തിൽ വർത്തമാനം പറയുന്നതോ, ഇത്തരത്തിൽ കോടതി അപമാനിക്കുന്നതോ, ഇത്തരത്തിൽ പൊതുസമൂഹത്തെ അപമാനിക്കുന്നതോ, നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കുന്നതോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ അതിജീവിതമാരെന്ന് പറയുന്നവർക്ക് സ്റ്റാറ്റസ് വേണം. ഒന്നുകിൽ സിനിമാ നടിയായിരിക്കണം, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവൻ വല്ല MLA യോ MP യോ വല്ല മന്ത്രിയോ ആയിരിക്കണം, അല്ലെങ്കിൽ വല്ല പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കണം. ഇങ്ങനെയുള്ളവരാണെങ്കിലേ ഇങ്ങനെയുള്ളവർ ഉപദ്രവിച്ചാൽ മാത്രമേ അതിജീവിതമാരാകൂ. 9 വയസ്സായ കൊച്ചിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്താൽ അത് ആ കൊച്ച് അതിജീവിതയല്ല.
വാളയാറിലെ 2 പെൺകുട്ടികൾ തൂങ്ങി മരിച്ച അവർക്ക് നീതി വേണ്ട, അത് അതിജീവിതയല്ല. പിന്നെ UP-യിലായിട്ട് ഏതെങ്കിലും സംഭവം നടന്നാൽ അവിടെ അത് അതിജീവിതയാണ്, അവർക്ക് വേണ്ടി. UP-യിൽ ഒരു കാക്ക ചത്താൽ ഈ മാധ്യമപ്രവർത്തകൻ ഇവിടെ ഇരുന്ന് മോങ്ങി വിളിക്കും, യോഗിയാണ് ആ കാക്കയെ കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട്. ലയൺ കമ്പിയിൽ തട്ടിയായിരിക്കും കാക്ക ചാവുന്നത്, പക്ഷേ യോഗി പറന്ന് പൊങ്ങി കാക്കയെ വെടിവെച്ചിട്ടെന്ന് പറയും. അങ്ങനെയുള്ളവനാണ് ഈ അടുപ്പുകൂട്ടി ചർച്ച നടത്തി ഈ കോടതിയെ ഇത്തരത്തിൽ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. ദിലീപ് തെറ്റുകാരനാണ് എങ്കിൽ ഹൈക്കോടതിയിൽ പോട്ടെ, ഹൈക്കോടതി വിധിന്യായം വായിക്കട്ടെ, കൂടുതൽ തെളിവുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കട്ടെ, തെറ്റുകാർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ജനപ്രിയ പേട്ടൻ ഒരു കടലാസം പൊക്കിപ്പിടിച്ച ആ കടലാസിന് ഒരു 0 വില പോലും ഇയാൾ കൽപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോടതിക്ക് ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നതിൻ്റെ അർത്ഥം. എന്നിട്ടും കോടതി ഇത് കേട്ടുകൊണ്ടിരുന്നിട്ടും, ഇത്തരത്തിൽ അടുപ്പുകൂട്ടി ചർച്ച നടത്തിയിട്ടും കോടതി കേട്ടുകൊണ്ടിരുന്നിട്ടും ഇവർക്കെതിരെ കോടതി നടപടിയെടുത്തില്ല എങ്കിൽ നാളെ ജഡ്ജിമാരെ നടുമധ്യത്തിലിട്ട് അപമാനിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള ചാനലുകൾ ജനങ്ങളുടെ മനസ്സിൽ ഇൻജക്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ വയ്ക്കും. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ബസ്സിലെ ഒരു സ്ത്രീ കയറിയിട്ട് പിന്നെ ദിലീപിന്റെ പറക്കും തളിക്ക സിനിമ ഇട്ടു. എൻ്റെ മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ പറഞ്ഞു, ഈ വഷളന്റെ സിനിമ എനിക്ക് കാണണ്ട അമ്മ, ഈ വഷളന്റെ സിനിമ എനിക്ക് കാണണ്ട. ഈ 8ാം ക്ലാസ്സുകാരൻ കണ്ടോ ദിലീപാണ് ഇതിന്റെ പിന്നിൽ കൊട്ടേഷൻ കൊടുത്തതെന്ന്? ഈ 8ാം ക്ലാസ്സുകാരൻ കണ്ടോ ദിലീപാണ് പൾസർ സുനിയോട് ഇത് പറഞ്ഞതെന്ന്? ഈ 8ാം ക്ലാസ്സുകാരൻ കണ്ടോ ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന്? ഈ 8ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ എന്ത് തെളിവാണ് ഇയാൾ വഷളൻ എന്നുള്ളതിനുള്ളത്? അതായത് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക. പൊതുസമൂഹം ഇപ്പം നമ്മൾ ദിലീപിന് അനുകൂലമായി പറഞ്ഞാൽ ചോദിക്കുന്നത് എത്ര കിട്ടി, ഇതാണ് ചോദിക്കുന്നത്. തിരിച്ച് ഞങ്ങളും ചോദിക്കുകയാണ്, അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവർ എത്ര കിട്ടി? അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കാൻ എത്ര കിട്ടി? ഞങ്ങൾ ഒരുപാട് അതിജീവിതമാർക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. കേരളത്തിലെ ഒരുപാട് അതിജീവിതമാർക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ഈ അതിജീവിതയ്ക്കൊപ്പവും തന്നെയാണ്. ഈ അതിജീവിതയ്ക്കൊപ്പം അല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഭാഗ്യലക്ഷ്മി ഇടന്ന് തിളയ്ക്കുന്നത് പോലെ എനിക്ക് സാരി ഉടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷ രാവിൽ പങ്കെടുക്കാൻ പറ്റും, അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല. IFFKയിൽ പോകണമെങ്കിൽ എനിക്ക് പോവാം, അതിനും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് പട്ടുസാരി ഉടുക്കാതെ കല്യാണത്തിന് പോകാൻ പറ്റും. എന്തൊക്കെ വിഡ്ഢിത്തരമാണ് ആ സ്ത്രീ നിന്ന് വിളമ്പുന്നത് എന്നുള്ളതാണ്. ദിലീപിന്റെ സിനിമ തകർക്കാനായി മാക്സിമം ശ്രമിച്ചു. ദിലീപിന്റെ സിനിമ തകർക്കാനായി ഓരോരുത്തർ ശ്രമിച്ചു. സിനിമ എന്ന് പറയുന്നത് ദിലീപിന്റെ മാത്രം അന്നമല്ല, അതിലുള്ള ലൈറ്റ് ബോയ് അടക്കമുള്ളവരുടെ അന്നമാണ് സിനിമ. അതെങ്കിലും മനസ്സിലാക്കാൻ കഴിയാത്ത ഊളകളോട് എന്ത് പറഞ്ഞിട്ട് കാര്യം? എന്താണ് പറയേണ്ടത്? ഒരു സിനിമയെ തകർക്കുമ്പോൾ അത് ദിലീപിന്റെ സിനിമ മാത്രമല്ല, ആ സിനിമ ഒരു ലൈറ്റ് ബോയ് അടക്കമുള്ളവരുടെ സിനിമയാണ്. അതിൽ നിന്ന് കിട്ടുന്നതാണ് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. കുറെ ആളുകളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കിക്കൊണ്ട് കുറെ അമ്മച്ചിമാരും കുറെ അമ്മാവന്മാരും എഴുന്നള്ളുന്നുണ്ട്. കോടതിക്കെതിരെ ഇത്തരത്തിൽ നീചമായ മോശമായ സംസാരം സംസാരിച്ച കോടതി പർച്ചേസ് ചെയ്യുന്നു കോടതിയെ എന്ന് പറഞ്ഞ ഇയാൾക്കെതിരെ കോടതി കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് മറ്റുള്ളവരും ഏറ്റുപാടും, ഏറ്റുചൊല്ലും, ഏറ്റുപറയും. ഇയാളുടെ പോലുള്ളവരുടെയൊക്കെ ശിക്ഷ മാതൃകാപരമായിരിക്കണം. ഇനി ആരും ഇത്തരത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. കോടതികളെ ഇങ്ങനെ അപമാനിക്കാൻ ഇത് പാകിസ്ഥാനോ താലിബാനോ അല്ല, ശരീഅത്ത് നിയമം നടപ്പാക്കുന്ന രാജ്യവുമല്ല, ഇത് ഇന്ത്യയാണ്. ഭരണ സംവിധാനം ഭരണഘടനയെ കൃത്യമായി സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഇന്ത്യയാണ്. ഇവന്റെയൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയത അല്ലെങ്കിൽ മതഭ്രാന്ത് പിടിച്ച് നടക്കുന്നവന്മാരുടെ ഇന്ത്യ അല്ല ഇത് മതേതര ഇന്ത്യയാണ്. നാനാത്വത്തിൽ ഏകത്വമുള്ള ഇന്ത്യയാണ്. എല്ലാ രീതിയിലുമുള്ള സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ വൃത്തികേടുകൾ വിളമ്പുന്നവന്മാരെ നല്ല ചൂലുകൊണ്ട്, ചാണക വെള്ളത്തിൽ മുക്കിയ ചൂലുകൊണ്ട് അടിച്ചോട്ടിക്കുകയാണ് വേണ്ടത്.